നമസ്കാരം. ഇടുക്കി നെറ്റ് വാർത്തകളിലേക്ക് സ്വാഗതം. ഇടുക്കി നെറ്റ് ന്യൂസ് ലൈവ്. ഇടുക്കി നെറ്റ് ന്യൂസ് ലൈവ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് KG's ജ്വല്ലറി, കോട്ടയംകട, തൊടുപുഴ, കട്ടപ്പന, അടിമാലി, നെടുങ്കണ്ടം. ഇന്നത്തെ പ്രധാന വാർത്തകളിലേക്ക്. ന്യൂസ് ഹെഡ്ലൈൻ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് KG's ജ്വല്ലറി, കോട്ടയംകട, തൊടുപുഴ, കട്ടപ്പന, അടിമാലി, നെടുങ്കണ്ടം. ഇടുക്കി ജില്ലയിൽ പട്ടയം ലഭിക്കാനുള്ള മുഴുവൻ കർഷകർക്കും സമയബന്ധിതമായി പട്ടയം നൽകണമെന്ന് അഡ്വക്കേറ്റ് ജോയ്സ് ജോർജ് എം പി. കഴിഞ്ഞ ദിവസം കട്ടപ്പനയിൽ നടത്തിയ പട്ടയമേള ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള സർക്കാരിന്റെ തന്ത്രം മാത്രമായിരുന്നുവെന്നും ജോയ്സ് ജോർജ്. മുല്ലപ്പെരിയാർ റിസർവോയറിൽ ബോട്ടിംഗ് നടത്തുന്ന കേരളത്തിന്റെ നടപടി ചോദ്യം ചെയ്യാനൊരുങ്ങി തമിഴ്നാട്. അണക്കെട്ട് അപകട ഭീഷണിയിലെങ്കിൽ എങ്ങനെ ബോട്ടിംഗ് നടത്തുന്നുവെന്നും തമിഴ്നാട്. ധനമന്ത്രി KM മാണി അനധികൃത സ്വത്ത് സമ്പാദിച്ചോ എന്ന് അന്വേഷണം നടത്തണമെന്ന് കേരള കോൺഗ്രസ് ചെയർമാൻ PC തോമസ്. സമഗ്ര അന്വേഷണം നടത്തുകയും അന്വേഷണത്തിന് KM മാണി തയ്യാറാവുകയും ചെയ്യണമെന്ന് PC തോമസ് തൊടുപുഴയിൽ ആവശ്യപ്പെട്ടു. കാട്ടുപോത്തിറച്ചി പിടികൂടി. 70 കിലോ ഇറച്ചിയാണ് ചക്കുപള്ളത്ത് ഫോറസ്റ്റ് വകുപ്പ് പിടികൂടിയത്. ചക്കുപള്ളത്ത് ഷാപ്പിൽ കച്ചവടത്തിന് കൊണ്ടുവന്നതായിരുന്നു ഇറച്ചി. 3 പ്രതികളെ പിടികൂടി. മാതാവിന്റെ അവിഹിത ബന്ധത്തിനെതിരെ നിന്ന മക്കളെ ചുട്ടുകൊന്ന കേസിൽ 1.5 വർഷത്തിന് ശേഷം 2 പേർ പിടിയിലായി. വണ്ടിപ്പെരിയാർ ആറുമുറിലയത്തിൽ മാരിമുത്തു കമ്പം സ്വദേശി സെന്തിൽകുമാർ എന്നിവരാണ് പിടിയിലായത്. വിശദമായ വാർത്തകളിലേക്ക്. ഇടുക്കി ജില്ലയിൽ പട്ടയം ലഭിക്കാനുള്ള മുഴുവൻ കർഷകർക്കും സമയബന്ധിതമായി പട്ടയം നൽകണമെന്ന് അഡ്വക്കേറ്റ് ജോയ്സ് ജോർജ് MP ആവശ്യപ്പെട്ടു. കഴിഞ്ഞ ദിവസം കട്ടപ്പനയിൽ നടത്തിയ പട്ടയമേള ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള സർക്കാരിന്റെ തന്ത്രം മാത്രമായിരുന്നുവെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. ഇടുക്കി ജില്ലയിൽ പട്ടയത്തിനായി അപേക്ഷ നൽകി കാത്തിരിക്കുന്നത് 1.25 ലക്ഷത്തോളം കർഷകരാണ്. 1993 പ്രത്യേക ചട്ടപ്രകാരം ഇവർക്ക് പട്ടയം നൽകുന്നതിന് യാതൊരു നിയമ തടസ്സമില്ലെന്നും എന്നാൽ സർക്കാരും ഉദ്യോഗസ്ഥ സംവിധാനങ്ങളും ചേർന്ന് പട്ടയ നടപടികൾ അട്ടിമറിക്കുകയാണെന്നും അഡ്വക്കേറ്റ് ജോയ്സ് ജോർജ് MP കുറ്റപ്പെടുത്തി. 6 മാസത്തിനുള്ളിൽ മുഴുവൻ കർഷകർക്കും പട്ടയം നൽകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. പക്ഷേ സർക്കാർ സംവിധാനവും ഉദ്യോഗസ്ഥ സംവിധാനവും ഉപയോഗിച്ചുകൊണ്ട് പട്ടയ നടപടികൾ പൂർണ്ണമായും താമസിപ്പിക്കുകയോ നിർത്തിവെക്കുകയോ ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. ആ ആളുകൾക്ക് തുടർ നടപടികളിലൂടെ പട്ടയം കിട്ടാൻ അർഹതയുള്ള മുഴുവൻ ആളുകൾക്കും പട്ടയം കൊടുക്കാനുള്ള നടപടിയാണ് സ്വീകരിക്കേണ്ടത്. അതുപോലെ തന്നെ 1964 ഭൂപതിവ് ചട്ടം അനുസരിച്ച് പട്ടയം കിട്ടേണ്ട ഒട്ടനവധി ആളുകൾ പീരുമേട് ഉൾപ്പെടെയുള്ള താലൂക്കുകളിലുണ്ട്, എല്ലാ പ്രദേശങ്ങളിലുമുണ്ട്. പക്ഷേ ഇത് വളരെ കുറച്ച് ഭൂപ്രദേശത്ത് മാത്രം പട്ടയം കൊടുത്തുകൊണ്ട് പട്ടയ നടപടികൾ പുനരാരംഭിച്ചു അല്ലെങ്കിൽ പട്ടയം കൊടുക്കുന്നു എന്ന നിലയിലുള്ള വലിയ പ്രചരണത്തിലേക്ക് ഗവൺമെന്റ് പോകുമ്പോൾ ഇവിടെ പട്ടയം ലഭിക്കേണ്ട 1,25,000 ആളുകളെ മറന്നുപോകുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പട്ടയമേളകൾ സംഘടിപ്പിച്ച് പട്ടയം വിതരണം ചെയ്യുന്നതിന് പകരം ലാൻഡ് അസൈൻമെന്റ് ഓഫീസുകളിലൂടെ നിരന്തരമായി പട്ടയം നൽകാനുള്ള നടപടികളാണ് ഉണ്ടാവേണ്ടത്. ഇതിനായി LA ഓഫീസുകളിൽ ആവശ്യത്തിന് ഉദ്യോഗസ്ഥരെ നിയമിക്കുകയും ലാൻഡ് അസൈൻമെന്റ് ഓഫീസുകൾ ഇല്ലാത്ത സ്ഥലങ്ങളിൽ പുതിയ LA ഓഫീസുകൾ ആരംഭിക്കണമെന്നും MP പറഞ്ഞു. പട്ടയ മേളകളിലൂടെയല്ല, അർഹതപ്പെട്ട മുഴുവൻ ആളുകൾക്കും സർക്കാർ ലാൻഡ് അസൈൻമെന്റ് ഓഫീസുകളിലൂടെ നിരന്തരമായി പട്ടയം കൊടുക്കുകയും സമയബന്ധിതമായി 6 മാസത്തിനുള്ളിൽ മുഴുവൻ പട്ടയ നടപടികളും പൂർത്തിയാക്കുന്നതിനുള്ള നടപടിയാണ് ഗവൺമെന്റ് സ്വീകരിക്കേണ്ടത്. അതിന് നിലവിലുള്ള ലാൻഡ് അസൈൻമെന്റ് ഓഫീസുകളിൽ കൂടുതൽ ഉദ്യോഗസ്ഥന്മാരെ നൽകണം, സർവേ ഉദ്യോഗസ്ഥന്മാരെ നൽകണം. ഇനി ലാൻഡ് അസൈൻമെന്റ് ഓഫീസുകൾ ഇല്ലാത്ത സ്ഥലങ്ങളിലാണെങ്കിൽ പുതിയതായി ലാൻഡ് അസൈൻമെന്റ് ഓഫീസുകൾ തുടങ്ങിക്കൊണ്ട് അടിയന്തരമായി ഈ നടപടികൾ സ്വീകരിക്കണം. കഴിഞ്ഞ ദിവസം കട്ടപ്പനയിൽ നടത്തിയ പട്ടയമേള പ്രഹസനമായിരുന്നു. 7000 പട്ടയങ്ങൾ തയ്യാറായിട്ടുണ്ടെന്നാണ് സർക്കാർ മുമ്പ് പറഞ്ഞിരുന്നത്. എന്നാൽ കട്ടപ്പനയിൽ നടന്ന പട്ടയമേളയിൽ 1864 പട്ടയങ്ങൾ മാത്രമാണ് നൽകിയത്. എന്തുകൊണ്ടാണ് തയ്യാറായ മുഴുവൻ പട്ടയങ്ങളും നൽകാത്തതെന്ന് സർക്കാർ വ്യക്തമാക്കണമെന്നും അഡ്വക്കേറ്റ് ജോയ്സ് ജോർജ് ആവശ്യപ്പെട്ടു. ന്യൂസ് ഡെസ്ക്, ഇടുക്കി നെറ്റ്. അധികൃതരുടെ അവഗണനയ്ക്കെതിരെ മുല്ലപ്പെരിയാർ സമരസമിതി വീണ്ടും രംഗത്ത്. മുല്ലപ്പെരിയാർ ഡാമിലെ ജലനിരപ്പ് 138 അടിയായി ഉയർന്നിട്ടും ആവശ്യമായ മുൻകരുതലുകൾ സ്വീകരിക്കാൻ തയ്യാറാവാത്ത സർക്കാർ നടപടിക്കെതിരെ മുല്ലപ്പെരിയാർ സമരസമിതിയുടെ നേതൃത്വത്തിൽ ചപ്പാത്തിൽ പ്രതിഷേധ പ്രകടനവും യോഗവും സംഘടിപ്പിച്ചു. മുല്ലപ്പെരിയാർ ഡാമിലെ ജലനിരപ്പ് 138 അടിയായി ഉയർന്നതോടെ തീരദേശവാസികളുടെ ആശങ്ക വർദ്ധിച്ചിരിക്കുകയാണ്. എന്നാൽ ജനങ്ങളുടെ ആശങ്ക പരിഹരിക്കുന്നതിനുള്ള യാതൊരു നടപടിയും സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാവുന്നില്ല എന്നാണ് സമരസമിതിയുടെ പ്രധാന ആരോപണം. ജലനിരപ്പ് ഉയർത്തുന്നതിനു മുൻപ് സ്പിൽവേയുടെ 13 ഷട്ടറുകളും പ്രവർത്തനക്ഷമമാക്കണമെന്ന് സുപ്രീംകോടതി നിർദ്ദേശിച്ചിരുന്നു. എന്നാൽ നിലവിൽ 2 ഷട്ടറുകൾ തകരാറിലാണ്. ഇതുമൂലം ഏതെങ്കിലും അടിയന്തര സാഹചര്യമുണ്ടായാൽ 13 ഷട്ടറുകളും ഒരേ സമയം പ്രവർത്തിപ്പിക്കാൻ കഴിയില്ല. ഈ സാഹചര്യത്തിൽ ഷട്ടറുകൾ പ്രവർത്തനക്ഷമമാക്കുവാനുള്ള നിർദ്ദേശം തമിഴ്നാടിന് നൽകാൻ സർക്കാർ തയ്യാറായില്ല എന്നും സമരസമിതി ആരോപിക്കുന്നു. ഈ സാഹചര്യത്തിലാണ് സമരസമിതിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും യോഗവും സംഘടിപ്പിച്ചത്. ചപ്പാത്തിലെ സ്ഥിരം സമരപന്തലിൽ നടന്ന യോഗം അഡ്വക്കേറ്റ് ജോയ്സ് ജോർജ് MP ഉദ്ഘാടനം ചെയ്തു. സമരസമിതി ചെയർമാൻ ഫാദർ ജോയ് നിരപ്പേൽ അധ്യക്ഷനായിരുന്നു. സമരസമിതി നേതാക്കളായ KN മോഹൻദാസ്, ഷാജി P ജോസഫ്, സാബു വേങ്ങവേലി, CJ ജോൺസൺ, CJ സ്റ്റീഫൻ, CS രാജേന്ദ്രൻ, അഡ്വക്കേറ്റ് സ്റ്റീഫൻ ഐസക്, ഫാദർ റോബിൻ പേണ്ടാനത്ത് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കട്ടപ്പന.
മുല്ലപ്പെരിയാർ റിസർവോയറിൽ ബോട്ടിംഗ് നടത്തുന്ന കേരളത്തിന്റെ നടപടി ചോദ്യം ചെയ്യാനൊരുങ്ങി തമിഴ്നാട്. അണക്കെട്ട് അപകട ഭീഷണിയിലെങ്കിൽ എങ്ങനെ ബോട്ടിംഗ് നടത്തുന്നുവെന്നും തമിഴ്നാട്. ആശങ്ക നിലനിൽക്കുന്ന സാഹചര്യത്തിലും കേരളം മുല്ലപ്പെരിയാർ റിസർവോയറിൽ ബോട്ടിംഗ് ഉൾപ്പെടെയുള്ളവ നടത്തുന്നത് ചോദ്യം ചെയ്യാനാണ് തമിഴ്നാട് നീക്കം. അപകട ഭീഷണിയുള്ള അണക്കെട്ടിൽ എങ്ങനെ ബോട്ടിംഗ് നടത്തുന്നുവെന്ന ചോദ്യം ഉയർത്തുകയാണ് ലക്ഷ്യം. ഇതിനായി കഴിഞ്ഞ 2 ആഴ്ചയായി റിസർവോയറിൽ നടത്തിയ ബോട്ടിംഗിന്റെ എണ്ണവും ഇതിൽ നിന്ന് ലഭിച്ച വരുമാനവും തമിഴ്നാട് ശേഖരിച്ചു കഴിഞ്ഞു. കേരളത്തിൽ നിന്നുള്ള ചില ജീവനക്കാരാണ് വിവരങ്ങൾ കൈമാറിയതെന്ന് സൂചനയുണ്ട്. കേരളം കോടതിയിൽ വാദമുയർത്തിയാൽ ഇത്തരം കാര്യങ്ങൾ ഉന്നയിച്ചാവും തമിഴ്നാട് എതിർക്കുക. മുമ്പ് റിസർവോയറിൽ ബോട്ടിംഗ് നടത്തുന്നതിനെ തമിഴ്നാട് എതിർത്തിരുന്നു. മുല്ലപ്പെരിയാർ വീണ്ടും ചർച്ചയായതോടെ ക്യൂ ബ്രാഞ്ചിലെ ഉദ്യോഗസ്ഥരെ തേക്കടിയിലും പരിസരങ്ങളിലും തമിഴ്നാട് വിന്യസിച്ചിട്ടുണ്ട്. ധനമന്ത്രി KM മാണി അനധികൃത സ്വത്ത് സമ്പാദിച്ചോ എന്ന് അന്വേഷണം നടത്തണമെന്ന് കേരള കോൺഗ്രസ് ചെയർമാൻ PC തോമസ്. സമഗ്ര അന്വേഷണം നടത്തുകയും അന്വേഷണത്തിന് KM മാണി തയ്യാറാവുകയും ചെയ്യണമെന്ന് PC തോമസ് തൊടുപുഴയിൽ ആവശ്യപ്പെട്ടു. അഭിപ്രായത്തിൽ അനധികൃത സ്വത്ത് സമ്പാദിച്ചതായി പല രാഷ്ട്രീയക്കാർക്കെതിരായിട്ടും ആരോപണമുണ്ട്. മാണി സാറ് തീർച്ചയായിട്ടും ആ ഒരു അന്വേഷണത്തിന് കൂടി തയ്യാറാകണം. അനധികൃത സ്വത്ത് അദ്ദേഹം സമ്പാദിച്ചിട്ടുണ്ടോ അത് വ്യക്തമല്ലേ? സമഗ്രമായ ഒരു അന്വേഷണമാണ് ഒരുപക്ഷെ ഈ അവസരത്തിൽ നടക്കേണ്ടത് എന്ന് ഞാനും കരുതുകയാണ്. കാട്ടുപോത്തിറച്ചി പിടികൂടി. 70 കിലോ ഇറച്ചിയാണ് ചക്കുവള്ളത്ത് ഫോറസ്റ്റ് വകുപ്പ് പിടികൂടിയത്. ചക്കുവള്ളത്ത് ഷാപ്പിൽ കച്ചവടത്തിന് കൊണ്ടുവന്നതായിരുന്നു ഇറച്ചി. 3 പ്രതികളെ പിടികൂടി. വണ്ടിപ്പെരിയാർ സ്വദേശി രാജ, സന്തോഷ്, ചക്കുവള്ളം മാങ്കവല സ്വദേശി വിജയൻ എന്നിവരാണ് പിടിയിലായത്. കൂട്ടുപ്രതി ചാക്കോ ഓടി രക്ഷപ്പെട്ടു. കുമളി ചക്കുവള്ളം മാങ്കവലയിൽ നിന്നാണ് 70 കിലോഗ്രാം തൂക്കമുള്ള കാട്ടുപോത്തിറച്ചി കുമളി ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ പിടികൂടിയത്. പെരിയാർ വള്ളക്കടവിൽ നിന്നും കൊണ്ടുവന്ന ഇറച്ചിയാണ് മാങ്കവലയിൽ നിന്നും പിടിച്ചെടുത്തത്. മാങ്കവലയിലെ കള്ളുഷാപ്പിലെത്തിച്ച ശേഷം 1 കിലോ 2 കിലോ തൂക്കം വരുന്ന പാക്കറ്റുകളാക്കി ഷാപ്പിൽ വെച്ച് തന്നെ വിൽക്കുകയായിരുന്നു. രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് അറസ്റ്റ് നടന്നത്. ഷാപ്പിൽ കള്ളു കഴിക്കാനെന്ന വ്യാജേന ചെന്ന ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരാണ് പ്രതികളെ വലയിലാക്കിയത്. വണ്ടിപ്പെരിയാർ സ്വദേശി രാജ, സന്തോഷ്, ചക്കുവള്ളം സ്വദേശി വിജയൻ എന്നിവരെ അറസ്റ്റ് ചെയ്തു. കൂട്ടുപ്രതി ഷാപ്പുടമയായ ചാക്കോ ഓടി രക്ഷപ്പെട്ടു. മാതാവിന്റെ അവിഹിത ബന്ധത്തിന് എതിരുനിന്ന മക്കളെ ചുട്ടുകൊന്ന കേസിൽ 1.5 വർഷത്തിന് ശേഷം 2 പേർ പിടിയിലായി. വണ്ടിപ്പെരിയാർ ആർമുറിലയത്തിൽ മാരിമുത്തു, കമ്പം സ്വദേശി സെന്തിൽകുമാർ എന്നിവരാണ് പിടിയിലായത്. വണ്ടിപ്പെരിയാർ വള്ളക്കടവ് പൊന്നഗർ കോളനിയിൽ തങ്കവേലു, വെണ്ണില ദമ്പതികളുടെ മക്കളായ ഭഗവതി, ശിവ എന്നിവരെ ഉറങ്ങിക്കിടക്കുമ്പോൾ മണ്ണെണ്ണയൊഴിച്ച് തീ കൊളുത്തി കൊലപ്പെടുത്തിയ സംഭവത്തിലാണ് 2 പ്രതികളെ പോലീസ് പിടികൂടിയത്. 2013 മാർച്ച് 21-നായിരുന്നു കേസിനാസ്പദമായ സംഭവമുണ്ടായത്. സ്വാഭാവിക മരണമാണെന്ന നിഗമനത്തിലുള്ള ലോക്കൽ പോലീസിന്റെ അന്വേഷണത്തിൽ അപാകതയുണ്ടെന്നാരോപിച്ച് കുട്ടികളുടെ പിതാവ് തങ്കവേലു സമർപ്പിച്ച പരാതിയെ തുടർന്നാണ് അന്നത്തെ ആഭ്യന്തരമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അന്വേഷണം ക്രൈംബ്രാഞ്ചിന് കൈമാറിയത്. കുട്ടികളുടെ മാതാവ് വെണ്ണിലയുമായി അവിഹിത ബന്ധമുണ്ടായിരുന്ന മാരിമുത്തുവിനെ കേന്ദ്രീകരിച്ച് അന്വേഷണം നടന്നെങ്കിലും ഇയാളുടെ ഫോട്ടോ ലഭിക്കാത്തത് തിരിച്ചടിയായി മാറി. ഓർഡിനറി എന്ന സിനിമയിൽ ചെറിയ വേഷത്തിൽ പ്രത്യക്ഷപ്പെട്ട ഇയാളുടെ ചിത്രം കണ്ട് തിരിച്ചറിഞ്ഞതാണ് ഇതിനിടയിൽ വഴിത്തിരിവായത്. ഇതിൽ നിന്നുള്ള ചിത്രം ശേഖരിച്ച് അന്വേഷണം നടത്തുന്നതിനിടെയാണ് കഴിഞ്ഞ ദിവസം കട്ടപ്പനയിൽ പട്ടയമേളയിൽ പങ്കെടുക്കാനെത്തിയ ഇയാളെ തിരിച്ചറിഞ്ഞ് പിടികൂടിയത്. ഡോർ വന്നകത്ത് കയറി ലൈറ്റ് ഇട്ട് കുട്ടികൾ ഇത് തന്നെയാണെന്ന് ബോധ്യപ്പെട്ടതിന് ശേഷം പെട്ടെന്ന് പെട്രോൾ എടുത്ത് ഒഴിച്ച് അവൻ്റെ കയ്യിലൊരു ഈ കോല്, ഈ തുണി ചുറ്റിയൊരു പന്തം പോലെ അവൻ വെച്ചിട്ടുണ്ട്. അത് കത്തിച്ചിട്ട് പെട്ടെന്ന് വലിച്ചങ്ങ് എറിഞ്ഞ് ഇറങ്ങി ഓടുകയായിരുന്നു. മാതാവിന്റെ അവിഹിത ബന്ധത്തിനെതിരു നിന്ന മക്കളെ ചുട്ടുകൊന്ന കേസിലെ പ്രധാന പ്രതി കുടുങ്ങിയത് പോലീസ് ഉദ്യോഗസ്ഥന്റെ അവസരോചിതമായ ഇടപെടൽ മൂലം. വണ്ടിപ്പെരിയാർ സ്റ്റേഷനിലെ CPO ജാഫർ സാദിഖാണ് തന്ത്രപരമായി പ്രതിയെ പിടികൂടിയത്. 2 കുട്ടികളുടെ ജീവനെടുത്ത ശേഷം ഒളിവിൽ കഴിഞ്ഞിരുന്ന പ്രതിയെ കുടുക്കിയത് സിവിൽ പോലീസ് ഓഫീസറുടെ അവസരോചിതമായ ഇടപെടലിലൂടെയാണ്. വള്ളക്കടവ് പൊന്നഗർ കോളനിയിൽ തങ്കവേലു, വെണ്ണില ദമ്പതികളുടെ മക്കളായ ഭഗവതി, ശിവ എന്നിവരെ കൊലപ്പെടുത്തിയ വണ്ടിപ്പെരിയാർ അരണക്കൽ എസ്റ്റേറ്റ് ധർമ്മവേലി ഡിവിഷനിൽ ആർമുറി ഇലയത്തിൽ മാരിമുത്തുവിനെയാണ് 1.5 വർഷത്തിന് ശേഷം കുടുക്കിയത്. കട്ടപ്പനയിൽ സംഘടിപ്പിച്ച പട്ടയമേളയിൽ ഡ്യൂട്ടിക്കെത്തിയതാണ് വണ്ടിപ്പെരിയാർ സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസറായ ജാഫർ സാദിഖ്. ഇവിടെ എത്തിയ വള്ളക്കടവ് ധർമ്മവേലി സ്വദേശിയാണ് മാരിമുത്തുവിനെ കണ്ട് തിരിച്ചറിഞ്ഞത്. തുടർന്ന് ജാഫർ സാദിഖിനെ വിവരമറിയിക്കുകയായിരുന്നു. ഇതിനിടെ സംശയം തോന്നിയ മാരിമുത്തു രക്ഷപ്പെടാൻ ശ്രമിച്ചു. എന്നാൽ കട്ടപ്പന പോലീസ് സ്റ്റേഷനിലെ സീനിയർ CPO ഷാജി, ഇടുക്കി എയർ ക്യാമ്പിലെ CPO സലിം എന്നിവരെയും കൂട്ടി മാരിമുത്തുവിനെ പിന്തുടർന്നു. ബസ് സ്റ്റാൻഡിന് സമീപത്തു നിന്ന് ബലപ്രയോഗത്തിലൂടെ പിടികൂടുകയായിരുന്നു. തുടർന്ന് കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്ന കുമളി CIയെ വിവരമറിയിച്ചു. ഇതിനുശേഷമാണ് നിലവിൽ കേസന്വേഷിക്കുന്ന ക്രൈംബ്രാഞ്ച് സംഘം പ്രതിയെ കസ്റ്റഡിയിലെടുത്തത്. ഏതു നിമിഷവും തകരാവുന്ന കെട്ടിടത്തിനുള്ളിൽ പഠനം നടത്തുകയാണ് ഒരുപറ്റം കുരുന്നുകൾ. നെടുങ്കണ്ടത്തിന് സമീപം പുഷ്പകണ്ഠത്തെ 15-ാം നമ്പർ അംഗൻവാടിക്കാണ് ഈ ദുരവസ്ഥ. പച്ചക്കട്ട കൊണ്ട് നിർമ്മിച്ച വാടക കെട്ടിടത്തിലാണ് അംഗൻവാടിയുടെ പ്രവർത്തനം. കാലപ്പഴക്കത്താൽ കെട്ടിടം ഏത് നിമിഷവും തകരാം.
മഴ ശക്തി പ്രാപിക്കുമ്പോൾ ഉള്ളിൽ തീയുമായാണ് ടീച്ചറും സഹായിയും കുട്ടികളെയും കൊണ്ട് അംഗൻവാടിക്കുള്ളിലിരിക്കുന്നത്. സമീപ പ്രദേശത്തെ 7ഓളം കുരുന്നുകളാണ് ഇവിടെയുള്ളത്. കെട്ടിടത്തിന്റെ പുറംഭിത്തി കാലപ്പഴക്കത്താൽ ദ്രവിച്ചു തുടങ്ങിയിരിക്കുന്നു. അകത്തും സമാനമായ അവസ്ഥ. മേൽക്കൂരയും ഭിത്തിയും തമ്മിൽ ചേരുന്നിടത്ത് വിടവുള്ളതിനാൽ മഴയത്ത് വെള്ളം ഉള്ളിലേക്കിറങ്ങും. ഇതോടൊപ്പം ഭിത്തികളിലൂടെയും വെള്ളം ഊർന്നിറങ്ങും. പല ഭാഗത്തും പച്ചക്കട്ട നനഞ്ഞു കുതിർന്നിരിക്കുന്ന അവസ്ഥയാണ്. കുട്ടികൾക്കായി ഭക്ഷണം പാകം ചെയ്യുന്നിടത്തും ഇതേ അവസ്ഥ തന്നെ. വാർഡിൽ തന്നെ അംഗൻവാടിക്ക് സ്വന്തമായി കെട്ടിടമുള്ളപ്പോഴാണ് ജീർണാവസ്ഥയിലായ വാടക കെട്ടിടത്തിൽ പ്രവർത്തിക്കേണ്ട ദുർവിധിയുള്ളത്. നിലവിൽ മാതാപിതാക്കളും ടീച്ചറും സഹായിയും പിരിവെടുത്താണ് വാടക നൽകുന്നത്. സ്വന്തമായുള്ള സ്ഥലത്താണ് മുൻപ് അംഗൻവാടി പ്രവർത്തിച്ചിരുന്നത്. എന്നാൽ ആ കെട്ടിടം കാലപ്പഴക്കത്താൽ തകർന്നതോടെ വാടക കെട്ടിടത്തിലേക്ക് മാറുകയായിരുന്നു. പേരിൽ സ്വന്തം കെട്ടിടമുള്ളതിനാൽ വാടക ഇനത്തിൽ പണം ലഭിക്കുകയുമില്ല. കുരുന്നുകളുടെ ഭാവിയെ ഓർത്തെങ്കിലും സ്വന്തമായുള്ള സ്ഥലത്ത് അടിയന്തരമായി കെട്ടിടം നിർമ്മിക്കണം എന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഇടുക്കിനെറ്റ് ന്യൂസ്, നെടുങ്കണ്ടം. ഇനിയൊരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം സത്യസന്ധത കുറയുന്ന കാലത്ത് സത്യസന്ധതയുടെ കച്ചവട പീടികയുമായി ഒരു വിദ്യാലയം. വാർത്തകൾ തുടരുന്നു. ഫോക്കസ് ഇടുക്കി. സത്യസന്ധത കുറയുന്ന കാലത്ത് സത്യസന്ധതയുടെ കച്ചവട പീടികയുമായി ഒരു വിദ്യാലയം. വെള്ളയാങ്കുടി സെന്റ് ജെറോം സ്കൂളാണ് കച്ചവടക്കാരനും ക്യാഷറുമില്ലാത്ത സത്യസന്ധതയുടെ കച്ചവട പീടിക ഒരുക്കിയിരിക്കുന്നത്. ഫോക്കസ് ഇടുക്കിയിലേക്ക്. സാധനങ്ങൾ എടുത്തു കൊടുക്കുവാനും അതിൻ്റെ പൈസ വാങ്ങുവാനും ആളില്ലാത്ത ഒരു കട. അതാണ് വെള്ളയാങ്കുടി സ്കൂളിലെ സത്യസന്ധതയുടെ കച്ചവട പീടിക. ഇവിടെ നിന്നും എടുക്കുന്നതിൻ്റെ വില അവർ തന്നെ ഇവിടെ സ്ഥാപിച്ചിരിക്കുന്ന ബോക്സിൽ നിക്ഷേപിക്കുകയാണ് പതിവ്. വിദ്യാർത്ഥികൾ ഒരു വർഷം സത്യസന്ധത കാട്ടിയപ്പോഴുണ്ടായ ലാഭം 33,366 രൂപ. വെള്ളയാങ്കുടി സെന്റ് ജെറോം സ്കൂളിൽ സ്ഥാപിച്ച സത്യസന്ധതയുടെ കച്ചവട പീടികയാണ് ലാഭത്തിനൊപ്പം സത്യസന്ധരായ ഒരു തലമുറയെയും വാർത്തെടുത്ത് വിജയം കൈവരിച്ചത്. സൂപ്പർ മാർക്കറ്റിന് സമാനമായ രീതിയിലാണ് ഈ കച്ചവട പീടിക പ്രവർത്തിക്കുന്നതെങ്കിലും വിൽപ്പനക്കാരനും ക്യാഷ്യറുമൊന്നും ഇവിടെയില്ല. ആവശ്യമുള്ള സാധനങ്ങൾ എടുക്കുന്ന വിദ്യാർത്ഥികൾ വിലവിവര പട്ടിക നോക്കി കൃത്യമായ തുക പണപ്പെട്ടിയിൽ നിക്ഷേപിക്കുകയാണ് ചെയ്യുന്നത്. ഒരു വർഷം മുമ്പാണ് സ്കൂൾ മുറ്റത്ത് ഈ പീടിക തുറന്നത്. ആവശ്യമുള്ള സാധനങ്ങൾ തിരഞ്ഞെടുക്കുക, വിലവിവര പട്ടിക നോക്കി പണം ഇട്ടിട്ട് പോവുക. അപ്പോൾ ചില്ലറ കൊടുക്കാൻ കുറേ കുട്ടികൾ സഹായിക്കാനുണ്ടാവും. 10 രൂപ കൊണ്ടുവരുന്ന കുട്ടികൾക്ക് 7 രൂപ ഇടണമെങ്കിൽ ചില്ലറയുണ്ടാവില്ല. അതിന് ചില്ലറ മാറിക്കൊടുക്കുവാൻ കുറേ കുട്ടികൾ സഹായത്തിന് 1-2 പേര് എപ്പോഴും ഉണ്ടാവും. അവർ ചില്ലറ കൊടുക്കും. എന്നിട്ട് ഇവർ തന്നെ ഈ പണം പെട്ടിയിൽ നിക്ഷേപിക്കും. വിദ്യാർത്ഥികൾ സത്യസന്ധത പുലർത്തിയില്ലെങ്കിൽ പീടിക പൂട്ടേണ്ടി വരുമായിരുന്നു. ഇതിന് അൽപായുസ് ആയിരിക്കുമെന്ന് അധ്യാപകരിൽ ചിലരും വിലയിരുത്തിയിരുന്നു. ഈ മുൻവിധിയെല്ലാം മാറ്റിയെഴുതിയാണ് കഴിഞ്ഞ കേരളപ്പിറവി ദിനത്തിൽ കടയുടെ പ്രവർത്തനം ഒരു വർഷം പൂർത്തിയാക്കിയത്. നമുക്ക് സത്യസന്ധരായിരിക്കാൻ സാധിക്കും. അതിനുള്ള പരിശീലനം നമ്മൾ കൊടുക്കണം. അതുകൊണ്ടാണ് ഇവിടെ എഴുതി വച്ചിരിക്കുന്നത്, നമ്മളെപ്പോഴും ദൈവത്തിൻ്റെ നിരീക്ഷണത്തിലാണ്, CCTV ക്യാമറയുടെ നിരീക്ഷണത്തിലല്ല. അതുകൊണ്ട് ഞാൻ ചെയ്യുന്ന എന്തും ദൈവം കാണുന്നുണ്ട്. അതുകൊണ്ട് ദൈവത്തിന് മുമ്പ് ഞാൻ സത്യസന്ധനായിരിക്കണം. അധ്യാപകർ വേണമെന്നില്ല, പോലീസ് വേണമെന്നില്ല, വോളണ്ടിയർ വേണമെന്നില്ല. ഞാൻ എൻ്റെ കാര്യങ്ങൾ എൻ്റെ മനസ്സാക്ഷി എന്നെ കുറ്റപ്പെടുത്താത്ത വിധം ചെയ്യുക. അങ്ങനെയുള്ളൊരു പരിശീലനത്തിലേക്ക് കടന്നാൽ ഈ ലോകം മനോഹരമാകും. കുട്ടികളെ സത്യസന്ധത പരിശീലിപ്പിക്കുവാനുള്ള മാർഗമായാണ് സ്കൂൾ മാനേജർ ഫാദർ ജോസ് പ്ലാച്ചിക്കൽ കട തുറന്നത്. കുട്ടികൾക്കുള്ള ബോധവൽക്കരണമായിരുന്നു ഇതിന്റെ ആദ്യപടി. കുട്ടികളെ വിശ്വാസത്തിലെടുത്ത് ഇതിന്റെ ഉത്തരവാദിത്തം അവരെ ഏൽപ്പിച്ചു. ഇത് വിജയിപ്പിക്കേണ്ടത് അവരുടെ ആവശ്യമാണെന്ന് ബോധ്യപ്പെടുത്തി കൊടുത്തു. ഇതിന് നേതൃത്വം കൊടുക്കാൻ അധ്യാപകരുടെ മേൽനോട്ടത്തിൽ വിദ്യാർത്ഥി സമിതിയും പ്രവർത്തിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് ഇവിടെ വെച്ചിരിക്കുന്ന സാധനത്തിൽ അതിൻ്റെ വില രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് നോക്കി ഞങ്ങൾ ഓണസ്റ്റി ബോക്സിൽ അതിൻ്റെ പൈസ ഇടുന്നു. അധ്യാപകരോട് ചേർന്ന് ഇവരാണ് വാങ്ങിക്കൊണ്ടുവരുന്ന സാധനങ്ങൾ നിരത്തുന്നതും പ്രദർശിപ്പിക്കുന്നതും പണസമാഹരണം, കണക്ക് പരിശോധന തുടങ്ങിയവ നിർവഹിക്കുന്നത്. LP, UP, HSS, HS വിഭാഗങ്ങൾ ഇതിന്റെ ഗുണഭോക്താക്കളാണ്. പ്രൈമറി വിഭാഗത്തിലെ കുട്ടികൾ അധ്യാപകരുടെ മേൽനോട്ടത്തിലായിരുന്നു കട സന്ദർശിച്ചിരുന്നത്. മറ്റെല്ലാ വിഭാഗങ്ങളും സ്വന്തം നിലയിൽ ഈ സേവനം പ്രയോജനപ്പെടുത്തി. മനുഷ്യസ്നേഹത്തിനും സത്യസന്ധതയ്ക്കും വില കൽപ്പിക്കാത്ത ഒരു കാലഘട്ടത്തിലാണ് സത്യസന്ധതയുടെ കച്ചവട പീടികയുമായി വെള്ളയാങ്കുടി സ്കൂളിലെ സത്യസന്ധതയുടെ കച്ചവട പീടിക മാതൃകയാകുന്നത്. റിപ്പോർട്ടർ ഷീനു ജോണിനൊപ്പം S. സൂര്യലാൽ, ഇടുക്കി നെറ്റ് ന്യൂസ്.
അവശ്യ സാധനങ്ങൾക്ക് വില കുതിച്ചുയരുകയാണ്. പൊള്ളുന്ന വില. അടുക്കള പൊള്ളിച്ച് പച്ചക്കറി വില കുതിക്കുന്നു. വിവിധ ഇനങ്ങൾക്ക് 2 ആഴ്ചക്കിടെ ഇരട്ടിയിലേറെയാണ് വില വർദ്ധിച്ചത്. തമിഴ്നാട്ടിൽ കാലാവസ്ഥ പ്രതികൂലമായതും രോഗബാധ കൂടിയതിനാലും പച്ചക്കറി ഉൽപ്പാദനത്തിൽ വൻ കുറവുണ്ടായതാണ് പെട്ടെന്നുള്ള വൻ വിലക്കയറ്റത്തിന് കാരണമായത്. തമിഴ്നാട്ടിലെ ചന്തകളിൽ തന്നെ തക്കാളി, മുരിങ്ങയ്ക്ക, പടവലം തുടങ്ങിയ ഇനങ്ങൾക്ക് ഇരട്ടിയിലധികമായാണ് 2 ആഴ്ചക്കിടെ വില വർദ്ധിച്ചത്. കേരളത്തിലേക്ക് എത്തുമ്പോൾ സാധാരണക്കാരന് താങ്ങാൻ കഴിയാത്ത വിധം വീണ്ടും വില വർദ്ധിക്കുകയാണ്. പച്ചമുളകിന് 50 രൂപ മുതൽ 60 രൂപ വരെയാണ് കട്ടപ്പനയിലെ ഇന്നത്തെ വില. ബീൻസ് 60, വെണ്ടയ്ക്ക 40, കത്രിക്ക 50, മുരിങ്ങയ്ക്ക 60 മുതൽ 80 രൂപ വരെ എന്നിങ്ങനെയാണ് മറ്റിനങ്ങളുടെ ഇന്നത്തെ വില നിലവാരം. കഴിഞ്ഞ ദിവസം 30 രൂപയായിരുന്ന പടവലത്തിന് ഒറ്റ ദിവസം കൊണ്ട് 14 രൂപ വർദ്ധിച്ച് 44 രൂപയിലെത്തിയത് വ്യാപാരികളെയും ഞെട്ടിച്ചിരിക്കുകയാണ്. തക്കാളിക്ക് 24 രൂപ മുതൽ 30 രൂപ വരെ നൽകണം. ക്യാരറ്റ് 50, ഉള്ളി 30 മുതൽ 50 രൂപ വരെ, സവോള 28 മുതൽ 34 രൂപ വരെ, ഉരുളക്കിഴങ്ങ് 40 രൂപ എന്നിങ്ങനെയാണ് വിവിധ കിഴങ്ങുൽപ്പന്നങ്ങളുടെ വില. പച്ചക്കറി വില ക്രമാതീതമായി വർദ്ധിക്കുന്നത് വ്യാപാരികളെയും പ്രതിസന്ധിയിലാക്കുന്നുണ്ട്. ഇപ്പം ഉൽപ്പാദനം കുറവുണ്ട്, അതുകൊണ്ട് സാധനങ്ങൾ ഷോർട്ടേജാണ്. അതുകൊണ്ട് പിക്ചർ വില കൂടുതലുണ്ട്. ബീൻസ്, മുരിങ്ങയ്ക്ക അങ്ങനെ 1-2 ഐറ്റങ്ങൾ വില കൂടുതലുള്ളൂ. എന്നാൽ പൊതുവിൽ എല്ലാ ഐറ്റവും വില കൂടുതലില്ല. ചില ഐറ്റങ്ങൾ കുറവുണ്ട്, ചില ഐറ്റങ്ങൾ മാത്രം വില കൂടിയിരിക്കുന്നു. പലവ്യഞ്ജന സാധനങ്ങളുടെ വൻ വില വർധനവിനൊപ്പം പച്ചക്കറി ഉൽപ്പന്നങ്ങൾക്ക് ക്രമാതീതമായി വില ഉയരുന്നത് താഴ്ന്ന വരുമാനക്കാരായ സാധാരണക്കാരനെയാണ് ഏറെ പ്രതിസന്ധിയിലാക്കുന്നത്. ഞങ്ങൾ ഈ വീട്ട് അമ്മമാർക്ക് ഈ ഏത്തക്കായും അങ്ങനെയുള്ള സാധനങ്ങളൊന്നും മേടിച്ച് ഉപയോഗിക്കാനും ഒന്നും പറ്റാത്ത സ്ഥിതിയാണ്. തക്കാളിക്കാണേലും 50 രൂപ വില കൊടുക്കണം. തമിഴ്നാട്ടിൽ നിന്നൊക്കെ ഇവർ കൊണ്ടുവരുമ്പോൾ വില കൂട്ടിയല്ലേ കൊണ്ടുവരുന്നത്, അവിടെ ചെന്ന് കിട്ടാനില്ല. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവർ വില കൂട്ടുന്നതിന് ഇവരെ ഒന്നും പറയാനും പറ്റത്തില്ല. അവിടെ കിട്ടുന്ന അനുസരിച്ചല്ലേ നമുക്ക് തരാനൊക്കെ ഉള്ളൂ. പച്ചമുളകാണേലും നമ്മൾ നിത്യോപയോഗ സാധനങ്ങൾക്കൊക്കെ ഇച്ചിരി വില കുറച്ച് കിട്ടിയാൽ അത് നല്ല കാര്യമാണ്. പച്ചക്കറി ഉൽപ്പന്നങ്ങൾക്കൊപ്പം വിവിധ പഴവർഗ്ഗങ്ങൾക്കും വൻതോതിൽ വില വർദ്ധിച്ചിട്ടുണ്ട്. വിവിധയിനം വാഴപ്പഴങ്ങൾ, ആപ്പിൾ, ഓറഞ്ച്, മുന്തിരി എന്നിവയെല്ലാം വില വർദ്ധിച്ച പഴവർഗ്ഗങ്ങളുടെ പട്ടികയിലുണ്ട്. ന്യൂസ് ബ്യൂറോ, കട്ടപ്പന. സാധാരണക്കാർക്ക് തിരിച്ചടിയായി സപ്ലൈകോയിൽ സബ്സിഡി വില കുത്തനെ കൂട്ടി. 1.5 രൂപ മുതൽ 52 രൂപ വരെയാണ് വില വർദ്ധിച്ചിരിക്കുന്നത്. നിത്യോപയോഗ സാധനങ്ങളുടെ വില ദിനംപ്രതി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. സാധാരണക്കാരന്റെ ആശ്വാസമായിരുന്ന സപ്ലൈകോയും ചതിച്ചതോടെ ജനങ്ങൾ പ്രതിസന്ധിയിലാണ്. സബ്സിഡി സാധനങ്ങളുടെ വില സപ്ലൈകോ കുത്തനെ കൂട്ടിയതാണ് തിരിച്ചടിയായത്. പുതുക്കിയ വില കഴിഞ്ഞ ദിവസം മുതൽ നിലവിൽ വന്നു കഴിഞ്ഞു. 7 ഇനം സാധനങ്ങൾക്കാണ് വില കൂട്ടിയിരിക്കുന്നത്. 55 രൂപയായിരുന്ന ചെറുപയറിന് 77 രൂപയാണ് ഇപ്പോഴത്തെ പുതിയ വില. ഉഴുന്നിന് 42 രൂപയിൽ നിന്നും 76 രൂപയായും വൻപയർ 35 രൂപയിൽ നിന്നും 49 രൂപയായും വർദ്ധിച്ചു. തുവരപ്പരിപ്പിന് 22 രൂപ കൂട്ടി. 45 രൂപയായിരുന്ന തുവരപ്പരിപ്പിന് ഇനി 67 രൂപ നൽകണം. എന്നാൽ പൊതുവിപണിയിൽ തുവരപ്പരിപ്പിന് 1 രൂപ കുറവാണ്. മല്ലിയിലേക്കാണ് ഏറ്റവും കൂടുതൽ വിലവർധനവുണ്ടായിരിക്കുന്നത്. 60 രൂപയായിരുന്ന മല്ലിക്ക് 52 രൂപ വർദ്ധിച്ച് 112 രൂപയായി. വെളിച്ചെണ്ണ 125 രൂപയിൽ നിന്നും 151 രൂപയായും പഞ്ചസാര 26 രൂപയിൽ നിന്നും 27 രൂപ 50 പൈസയായും ഉയർന്നു. വിലവർധന നിലവിൽ വന്നതോടെ കൺസ്യൂമർ ഫെഡിനേക്കാളും വില കൂടുതലാണ് ഇപ്പോൾ സപ്ലൈകോയിൽ. കൂടാതെ പൊതുവിപണിയേക്കാൾ നേരിയ വ്യത്യാസവും അനുഭവപ്പെടുന്നു. 20 മുതൽ 30% വരെ മാത്രമേ സബ്സിഡി നൽകാവൂന്ന് കഴിഞ്ഞ ദിവസം സർക്കാർ ഉത്തരവിറക്കിയിരുന്നു. ഇതിന്റെ പിൻബലത്തിലാണ് വിലവർധന. ബാങ്കുകളിൽ നിന്നും കടമെടുക്കുവാനുള്ള പരിധി കഴിഞ്ഞതും സർക്കാരിൽ നിന്നും കാര്യമായ സഹായമില്ലാത്തതും കാരണം സാമ്പത്തിക പ്രതിസന്ധി സപ്ലൈകോയിൽ രൂക്ഷമായിരിക്കുകയാണ്. ആവശ്യ സാധനങ്ങൾക്ക് വില വർദ്ധിച്ച സാഹചര്യത്തിൽ സാധാരണക്കാരന് ഇരട്ടടിയായിരിക്കുകയാണ് സപ്ലൈകോയും. അത് സാധാരണപ്പെട്ടവൻ്റെ നട്ടലൊടിക്കുന്ന പരിപാടിയാണിത്. ഇത് സർക്കാർ ഇത് എന്ത് ആവശ്യം നടത്തില്ല. സാധാരണപ്പെട്ടവനെ കൊല്ലാൻ വേണ്ടിയാണോ എന്നുള്ളതിനെക്കുറിച്ച് അറിയത്തില്ല. ചെറുപയർ 56 രൂപ 50 പൈസ ആയിരുന്നു, 78 രൂപ 50 പൈസയായി. അതായത് ഇരട്ടിയിൽ അധികം വില വർദ്ധിച്ച സാധനങ്ങൾ ഒത്തിരിയുണ്ട്. ഇപ്പോൾ സാധാരണപ്പെട്ടവൻ എന്നെ എവിടെ നിന്ന് സാധനം മേടിക്കാനാ? ഷിനു ജോൺ, ഇടുക്കി നെറ്റ് ന്യൂസ്. സ്റ്റുഡൻസ് പോലീസ് കേഡറ്റുകൾക്കായുള്ള സംസ്ഥാനത്തെ ആദ്യ SPC പ്രോജക്റ്റ് കുമളിയിൽ നടന്നു. പ്രകൃതി പഠനം ലക്ഷ്യമിട്ട് 3 ദിനങ്ങളിലായി നടന്ന ക്യാമ്പിൽ 50ഓളം അംഗങ്ങളാണ് പങ്കെടുത്തത്. കോഴിക്കോട് മീൻചന്ത ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ പോലീസ് കേഡറ്റുകളാണ് കുമളി പെരിയാർ ടൈഗർ റിസർവിന് കീഴിലുള്ള വനശ്രീ ഓഡിറ്റോറിയത്തിൽ ക്യാമ്പിനായി എത്തിയത്. സംസ്ഥാനത്ത് ആദ്യമായി SPC പ്രോജക്റ്റ് നടപ്പിലാക്കിയ സ്കൂളാണ് കോഴിക്കോട് മീൻചന്ത ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ. ഈ കേഡറ്റുകൾ എല്ലാ വർഷവും നടത്തുന്ന നേച്ചർ ക്യാമ്പിന്റെ ഭാഗമായിയാണ് കുമളിയിലെത്തിയത്. പ്രകൃതി സംരക്ഷണം, വന്യജീവി സംരക്ഷണം, പക്ഷി നിരീക്ഷണം, ട്രെക്കിംഗ് തുടങ്ങി വിവിധ പരിപാടികൾ ക്യാമ്പിന്റെ ഭാഗമായി നടന്നു. SPC അസിസ്റ്റന്റ് നോഡൽ ഓഫീസർ EK മോഹനൻ,
കമ്മ്യൂണിറ്റി പോലീസ് ഓഫീസർ കെ ഹരീഷ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള 40ഓളം വരുന്ന കേഡറ്റുകളും ഓഫീസേഴ്സുമാണ് 3 ദിവസം നീണ്ടുനിന്ന പ്രകൃതി പഠന ക്യാമ്പിൽ പങ്കെടുത്തത്. NCC കേഡറ്റുകൾക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണം റേഞ്ച് ഓഫീസർ MD ടോമി, സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ സന്തോഷ് കുമാർ എന്നിവർ നിർവഹിച്ചു. ന്യൂസ് ബ്യൂറോ, കുമളി. NGO അസോസിയേഷൻ ഇടുക്കി ബ്രാഞ്ച് സമ്മേളനം പൈനാവിൽ നടന്നു. കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് റോയ് കെ പൗലോസ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. സർക്കാർ ജീവനക്കാരുടെ സംഘടനയായ NGO അസോസിയേഷൻ ഇടുക്കി ബ്രാഞ്ച് 40ാം സമ്മേളനമാണ് പൈനാവ് പൂർണിമ ഹാളിൽ നടന്നത്. ഇടുക്കി ബ്രാഞ്ച് പ്രസിഡന്റ് സ്റ്റീഫൻ ജോർജ് അധ്യക്ഷനായിരുന്നു. സമ്മേളനം കോൺഗ്രസ് ഇടുക്കി ജില്ലാ പ്രസിഡന്റ് റോയ് കെ പൗലോസ് ഉദ്ഘാടനം ചെയ്തു. സർക്കാർ ജീവനക്കാർക്ക് ഉമ്മൻചാണ്ടി ഗവൺമെന്റ് നൽകിവരുന്ന ആനുകൂല്യങ്ങളും സേവനങ്ങളും പ്രത്യേകം പ്രശംസനീയമാണെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ DCC പ്രസിഡന്റ് പറഞ്ഞു. കൂട്ടായ ശ്രമങ്ങളുമൊക്കെ ഉമ്മൻചാണ്ടി ഗവൺമെന്റിന്റെ ജീവനക്കാർക്ക് അനുകൂലമായ തീരുമാനങ്ങൾ എടുക്കുന്നതിന്റെ പിന്നിൽ ഇവരുടെ എല്ലാ സമ്മർദ്ദവും സ്വാധീനവും ഒക്കെ ആവോളം ഉണ്ടായിട്ടുണ്ട് എന്നുള്ള വസ്തുതയിൽ നിങ്ങൾക്ക് ബോധ്യമുണ്ടാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AP ഉസ്മാൻ മുഖ്യപ്രഭാഷണം നടത്തി. KGOU സംസ്ഥാന കമ്മിറ്റി അംഗം VR മോഹനൻപിള്ള, മറ്റ് നേതാക്കളായ സണ്ണി മാത്യു, PS സെബാസ്റ്റ്യൻ, KK മാത്യു, KP വിനോദ് തുടങ്ങിയവർ സംസാരിച്ചു. വില കുറഞ്ഞതോടെ സ്വർണ്ണാഭരണശാലകളിൽ വൻ തിരക്ക്. 50% വിലവർധനവ് ഉണ്ടായത്. ഗ്രാമിന് 2425 രൂപയായി വില തുടരുകയാണ്. സ്വർണത്തിന് വില കുറഞ്ഞതോടെ സ്വർണ്ണാഭരണശാലകളിൽ വൻ തിരക്കാണ് അനുഭവപ്പെടുന്നത്. പവന് 19,400 രൂപയും ഗ്രാമിന് 2425 രൂപയുമാണ് വില. വില കുറയുമെന്ന വിശ്വാസത്തിൽ കാത്തിരിക്കുന്നവരും അനവധിയാണ്. മുൻകൂർ പണമടച്ച് ഇപ്പോഴത്തെ വിലയിൽ സ്വർണം ലഭ്യമാക്കാനാണ് ചിലരുടെ ലക്ഷ്യം. വില കുറഞ്ഞതോടെ സ്വർണം വാങ്ങാനുള്ളവരുടെ തിരക്ക് വൻതോതിൽ അനുഭവപ്പെടുന്നതായി വ്യാപാരികൾ പറയുന്നു. അമേരിക്കൻ സാമ്പത്തിക രംഗം മെച്ചപ്പെട്ടതോടുകൂടി ഡോളർ മെച്ചപ്പെടുകയും ചെയ്തുകൊണ്ട് ഓഹരികളിൽ പണം മുടക്കുന്ന ആൾക്കാരുടെ എണ്ണം കൂടി ഓഹരി കുതിച്ചുയരുന്ന ഒരു സാഹചര്യമാണ് ഇന്നുള്ളത്. ഇതെല്ലാം സ്വർണത്തിൻ്റെ വിലയെ ബാധിച്ചിട്ടുണ്ട്. വിൽപ്പന നല്ല രീതിയിൽ ഇപ്പം വർധനമുണ്ട്. കഴിഞ്ഞ ആഴ്ചകളിലൊക്കെയാണ് നല്ല തിരക്കായിരുന്നു. കൂടുതൽ ആൾക്കാർ പണം അഡ്വാൻസ് ആയിട്ട് മുടക്കി വരുന്ന നാളിൽ എടുക്കത്തക്ക രീതിയിൽ അഡ്വാൻസ് ആയിട്ട് അടയ്ക്കുന്നുണ്ട്. ഇപ്പോൾ കല്യാണ പാർട്ടികളും സ്വർണ്ണാഭരണങ്ങൾ വാങ്ങാൻ തിരക്ക് കൂട്ടുകയാണ്. വിലയുയർന്ന സാഹചര്യത്തിൽ സ്വർണ്ണ നാണയങ്ങൾ വാങ്ങി സൂക്ഷിക്കുന്നവരും അനവധിയാണ്. ആഭ്യന്തര വിപണിയിൽ സ്വർണ്ണവില തുടർച്ചയായി കുറഞ്ഞതോടെ സ്വകാര്യ പണമിടപാട് സ്ഥാപനങ്ങൾ വെട്ടിലാണ്. വില വീണ്ടും കുറയുമെന്ന ഭീതിയെ തുടർന്ന് മിക്ക സ്ഥാപനങ്ങളും തങ്ങളുടെ പക്കലുള്ള പണയ കാലാവധി കഴിഞ്ഞ് ലേലം ചെയ്യാനുള്ള നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു. ഇനി സ്വർണം വെള്ളി നിരക്കുകൾ. സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പവിത്ര ഗോൾഡ്, കട്ടപ്പന. സ്വർണം പവന് 19,400 രൂപ. 1 ഗ്രാം സ്വർണം 2,425 രൂപ. വെള്ളി ഗ്രാമിന് 36 രൂപ. സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പവിത്ര ഗോൾഡ്, കട്ടപ്പന. കമ്പോള വാർത്തകൾ. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഔവർ എഞ്ചിനീയറിംഗ് ഇൻഡസ്ട്രീസ്, സൗത്ത് ഇന്ത്യൻ ബാങ്കിന് സമീപം മുരിക്കാശ്ശേരി. ഏലം കൂടിയ വില 875, കുറഞ്ഞ വില 750. കുരുമുളക് കിലോഗ്രാമിന് 700 രൂപ. കാപ്പി 135 രൂപ. റബ്ബർ 112 രൂപ. ഗ്രാമ്പു 980 രൂപ. കൊക്കോ 47 രൂപ. ജാതി 310 രൂപ. ജാതിപത്രി കൂടിയ വില 1100, കുറഞ്ഞ വില 850. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ഔവർ എഞ്ചിനീയറിംഗ് ഇൻഡസ്ട്രീസ്, സൗത്ത് ഇന്ത്യൻ ബാങ്കിന് സമീപം മുരിക്കാശ്ശേരി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഇടുക്കി ജില്ലയിൽ പട്ടയം ലഭിക്കാനുള്ള മുഴുവൻ കർഷകർക്കും സമയബന്ധിതമായി പട്ടയം നൽകണമെന്ന് അഡ്വക്കേറ്റ് ജോയ്സ് ജോർജ് MP. കഴിഞ്ഞ ദിവസം കട്ടപ്പനയിൽ നടത്തിയ പട്ടയമേള ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള സർക്കാരിന്റെ തന്ത്രം മാത്രമായിരുന്നുവെന്നും ജോയ്സ് ജോർജ്. മുല്ലപ്പെരിയാർ റിസർവോയറിൽ ബോട്ടിംഗ് നടത്തുന്ന കേരളത്തിന്റെ നടപടി ചോദ്യം ചെയ്യാൻ ഒരുങ്ങി തമിഴ്നാട്. അണക്കെട്ട് അപകട ഭീഷണിയിലെങ്കിൽ എങ്ങനെ ബോട്ടിംഗ് നടത്തുന്നുവെന്നും തമിഴ്നാട്. ധനമന്ത്രി KM മാണി അനധികൃത സ്വത്ത് സമ്പാദിച്ചോ എന്ന് അന്വേഷണം നടത്തണമെന്ന് കേരള കോൺഗ്രസ് ചെയർമാൻ PC തോമസ്. സമഗ്ര അന്വേഷണം നടത്തുകയും അന്വേഷണത്തിന് KM മാണി തയ്യാറാവുകയും ചെയ്യണമെന്ന് PC തോമസ് തൊടുപുഴയിൽ ആവശ്യപ്പെട്ടു. കാട്ടുപോത്തിറച്ചി പിടികൂടി. 70 കിലോ ഇറച്ചിയാണ് ചക്കുപള്ളത്ത് ഫോറസ്റ്റ് വകുപ്പ് പിടികൂടിയത്. ചക്കുപള്ളത്ത് ഷാപ്പിൽ കച്ചവടത്തിന് കൊണ്ടുവന്നതായിരുന്നു ഇറച്ചി. 3 പ്രതികളെ പിടികൂടി. മാതാവിന്റെ അവിഹിത ബന്ധത്തിനെതിരെ നിന്ന മക്കളെ ചുട്ടുകൊന്ന കേസിൽ 1.5 വർഷത്തിന് ശേഷം 2 പേർ പിടിയിലായി. വണ്ടിപ്പെരിയാർ ആറുമുറിലയത്തിൽ മാരിമുത്തു, കമ്പം സ്വദേശി സെന്തിൽകുമാർ എന്നിവരാണ് പിടിയിലായത്.
വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.